നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയുള്ള ഒരു നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഇത്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ കറിയാണ്. ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് നമുക്ക് കുറച്ച് കൊച്ചുള്ളി വേണം, അതുപോലെ തന്നെ സവാള ഇത്രയൊന്നും വേണ്ട, ഞാൻ വേറെ കറിക്കും കൂടെ വേണ്ടിയിട്ട് എടുത്തേക്കുന്നതാണ്. പിന്നെ കൊച്ചുള്ളിയും കുറച്ച് മാത്രം മതി. സവാള ഒരു 1-2 സവാള നമ്മൾ എടുക്കുന്ന ചിക്കന് കണക്കാക്കി മതി. ഞാൻ കുറച്ച് ചിക്കൻ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇഞ്ചി വേണം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. പിന്നെ മല്ലിയില, കറിവേപ്പില, പച്ചമുളക്, ഇത്രയും മതിയാകും. ഈ ഒരു ചിക്കൻ കറി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി മെത്തേഡിലാണ് ഈ ഒരു ചിക്കൻ കറി ചെയ്യുന്നത്. ഇതിനായിട്ട് നമുക്കൊരു പാത്രം വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ കൊക്കനട്ട് ഓയിലാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ഇനി എണ്ണ ഇന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ആ ഒരു പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കും. ഇതുപോലെ നമ്മൾ ഫസ്റ്റ് ഒരു സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 1.5 സവാളയൊക്കെ വരുന്ന രീതിയിലാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഞാൻ ഒരു പിടി വരുന്ന രീതിയിൽ കൊച്ചുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതൊന്ന് ചതച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പേസ്റ്റ് ആയാലും അങ്ങനെ മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളകും നമുക്ക് എരിവ് എന്തും വേണ്ടി വേണം അതിന് കണക്കാക്കി ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കറിവേപ്പില, എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇത് പെട്ടെന്ന് വഴറ്റിയിട്ടാനായിട്ട് നമുക്ക് ഈ വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് വഴറ്റി കിട്ടും. നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മളെല്ലാം ഒന്നിച്ചിട്ട് തന്നെ നമ്മൾ വഴറ്റിയെടുത്താൽ മതിയാകുമേ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒന്നായിട്ട് കരിഞ്ഞു പോകരുത്. ഒന്നായിട്ട് നല്ല എല്ലാ ഉള്ളിയായാലും എല്ലാം നല്ല രീതിയിൽ വഴറ്റി വരണം. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ വഴറ്റിയെടുക്കാൻ. ഒത്തിരിയൊന്നും ഓയിലിൻ്റെ ആവശ്യവും വരുന്നില്ല ഈ ഒരു ചിക്കൻ കറിക്ക്. വളരെ കുറച്ച് എണ്ണ ഒഴിച്ച് തന്നെയാണ് നമ്മളത് ഒന്ന് വഴറ്റിയെടുത്തേക്കുന്നത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ആ ഉള്ളിയെല്ലാം ഒന്ന് മാറ്റിയെടുക്കാം. പച്ചമുളക് എടുക്കണ്ട. പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ അരച്ചെടുക്കാവുന്നതാണ്. ഞാൻ പച്ചമുളക് എടുക്കുന്നില്ല. പച്ചമുളക് മാറ്റിയിട്ടിട്ട് അതിൽ വഴറ്റായിട്ട എല്ലാ ഉള്ളിയും ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കാം. നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ അന്ന് അരച്ച് വെച്ചിട്ട് നമുക്ക് ആ ഒരു പാനിൽ തന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒന്ന് മണം മാറുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണമേ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ആ ഒരു ഉള്ളിയുടെ ആ ഒരു പേസ്റ്റ് നമുക്കിതുപോലെ ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ കറിക്ക് നല്ല ഗ്രേവി ആയിരിക്കും. അതുപോലെ തന്നെ ചിക്കൻ കറി നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. അന്നേരം വായിലൊന്നും തട്ടാൻ കിട്ടത്തില്ല, ഒന്നും പറക്കി മാറ്റാൻ കാണത്തില്ല, എല്ലാം നമുക്ക് കഴിക്കാൻ കിട്ടും. എന്നിട്ട് ഇതുപോലെ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല രീതിയിൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കറിയിൽ നമുക്ക് പച്ചമുളകിൻ്റെ അളവ് കൂട്ടാം. അതുപോലെ തന്നെ മുളക് പൊടി ആയാലും ഒരു 2 സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ചാണ് ഈ ചിക്കൻ കറി വെക്കുന്നത്. ഇനി ഇട്ട് കൊടുത്തേക്കുന്നത് ഞാൻ പെരുംജീരകപ്പൊടിയാണ്. അതൊരു 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടി. മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. മല്ലിപ്പൊടി ഞാനൊരു 1.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 3/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് വേണ്ടത്. കുരുമുളക് പൊടിയും നമുക്ക് എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ അതിലൊരു 3/4 ടീസ്പൂൺ അളവിലാണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ മസാലയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്നും വഴറ്റി കൊടുക്കണം. നമ്മൾ ഇതേ രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ അരപ്പിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നിടം വരെ നമ്മൾ ഇതുപോലെ ഇതേ രീതിയിലൊന്ന് വഴറ്റി കൊടുത്തുകൊണ്ടേ ഇരിക്കണവേ. നല്ല രീതിയിൽ തന്നെ നമ്മൾ വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഒരു സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ. ഈ സമയത്ത് ആ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു മണവുമാണ്. ആ ഒരു കറിക്ക് വേറൊരു ടേസ്റ്റും ആയിരിക്കുമേ. എന്നിട്ട് ഇതിലേക്ക് നമുക്കിനി മല്ലിയില ചേർത്ത് കൊടുക്കാം.
മല്ലിയില നമുക്ക് കുറച്ച് ഇപ്പം ചേർത്ത് കൊടുക്കാം. കുറച്ച് നമുക്ക് ഈ ഒരു ചിക്കൻ കറി എല്ലാം റെഡി ആയതിന് ശേഷം നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കണം. ഇപ്പം കുറച്ച് ഞാൻ മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയില ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ്. പിന്നെ നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇന്നിട്ട് ഞാനൊരു 1/2 കപ്പൊക്കെ വരുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ആ ഒരു മിക്സിയുടെ ജാറിൽ ആ ഉള്ളി അരച്ച ജാറിൽ തന്നെ നമ്മളൊരു 1/2 കപ്പും കൂടെ ഒഴിച്ച് ബാക്കി ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കന് നമ്മൾ ഫ്രൈ ചെയ്തൊന്നും ഇടേണ്ട കാര്യമില്ല. ഇതേ രീതിയിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി. അതും വളരെ കുറച്ച് വെള്ളം മാത്രം നമ്മളിതിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ചിക്കനിൽ നിന്നൊക്കെ ഇനി ഒരു വെള്ളം ഇറങ്ങി നല്ല രീതിയിൽ തന്നെ ചിക്കൻ വെന്ത് കിട്ടും. ചിക്കൻ ആയതുകൊണ്ട് ഒത്തിരി വേവില്ലല്ലോ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമേ. എന്നിട്ട് ഇതേ രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കറി കാണുമ്പോൾ തന്നെ നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ്. ഇനി നമ്മൾ ചിക്കൻ ഒന്ന് കറി തിളയ്ക്കുമ്പോൾ ആ ചിക്കനിലുള്ള വെള്ളമൊക്കെ ആയിട്ട് ഒന്നും കൂടെ ഒന്ന് ലൂസാകും. എന്നാൽ ചിക്കനൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ നല്ല രീതിയിൽ തന്നെ നല്ല തിക്ക് ഗ്രേവിയിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. നല്ല രീതിയിൽ ഇവിടെ ചിക്കൻ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇടയ്ക്കൂടെ നമ്മൾ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും. ഇതേ രീതിയിൽ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ കറി ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രീതിയിൽ കറി ഇവിടെ വറ്റി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഈസി ചിക്കൻ കറിയാണ്. അതുപോലെ ഇവിടെ നമ്മുടെ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. നല്ല തിക്കായിട്ടുണ്ട് ഗ്രേവി. അത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം, ഒരു താമസവും ഇല്ല. വളരെ കുറച്ച് ഒരു സവാള വെച്ചൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ നല്ല ഗ്രേവി ആയിരിക്കും ഈ ചിക്കൻ കറിക്ക്, നല്ല ടേസ്റ്റും ആയിരിക്കും. ഇതേ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. സാധാരണ നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോൾ കുറേ നമ്മൾ വെള്ളം ചേർക്കാറുണ്ട്. എന്നാൽ ഈ ചിക്കൻ കറിയിൽ ഒത്തിരി വെള്ളമൊന്നും വേണ്ട, നമുക്ക് വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ഇവിടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.